Hello guys, Assalamualaikum, welcome back. Our Dream Family പുതിയൊരു വീഡിയോയുടെ എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു വീഡിയോ ഒന്നല്ല, നമ്മുടെ പെരുന്നാൾ വ്ലോഗാണ്. ഓക്കെ, അപ്പൊ നമ്മള് എല്ലാരും നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു അല്ലേ, നമ്മളെല്ലാവരും കർത്താവ് കൂടെയാണല്ലോ. അപ്പൊ എല്ലാരും ഇങ്ങനെ പറഞ്ഞു എന്തായാലും വരുത്തന്ന് പറഞ്ഞു. പക്ഷെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് പെട്ടെന്നാണ് പറഞ്ഞത്. 6 തൊട്ട് ഫോണില് ലൈവായിട്ട് ന്യൂസിനെ കണ്ടോണ്ടിരിക്കുകയാണ്. ഒരു സാധ്യതകളും ഇല്ലെന്നൊക്കെ ന്യൂസിൽ പറയുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് ഞാൻ പറഞ്ഞു നാളെ കാണത്തില്ല, മറ്റന്നാളായിരിക്കും. പക്ഷെ ഉറപ്പിച്ച് പറഞ്ഞു നാളെ തന്നെ ആയിരിക്കും. അതുപോലെ ഏറ്റവും വേണ്ടി ഉമ്മ പറഞ്ഞ ഉമ്മ 5 മണിയാകുമ്പോൾ വിളിച്ചു പറഞ്ഞു. ഉമ്മ കഴിഞ്ഞ വർഷത്തെ ന്യൂസ് ഫോണിൽ യൂട്യൂബിലൂടെ കണ്ടു, മാത്രമില്ല 5 മണിക്കാ പറഞ്ഞു എടാ എനിക്ക് എവിടെ കണ്ടിട്ടുണ്ട്, നാളെയാണ് പെരുന്നാളെന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ വർഷത്തെ ന്യൂസ് ആയിരുന്നു. അത് മാതൃഭൂമി ന്യൂസ് കൂടെ എഴുതും. അപ്പൊ ഞാൻ സാധാരണ ഒരു സൺഡേ കഴിഞ്ഞിട്ടാണ് നമുക്ക് മറ്റേ പുറം കാണുന്നത്. ഇത് ആദ്യമായിട്ട് ഈ സമയത്ത് കാണുന്നത്. പക്ഷെ അതിനുശേഷം ഞാൻ ന്യൂസ് ഒന്നും കൂടെ എടുത്ത് നോക്കിയപ്പോ ആ സമയത്താണ് എനിക്ക് ഡ്രസ് എടുക്കാൻ വേണ്ടി പോയത്. ഏകദേശം അല്ലേ നോമ്പ് സമയത്ത്, നോമ്പ് നമ്മള് വണ്ടിക്കകത്തിന് നോമ്പ് പറഞ്ഞത്. അത്രയും ഡിലേ ആയിട്ട് ഡ്രസ് എടുത്തിരുന്നത് നമ്മൾ പ്രതീക്ഷിച്ചില്ല. പക്ഷെ എനിക്ക് എന്തോ വൈകിട്ട് ഇങ്ങനെ ഇന്ന് രാവിലെ തോന്നി ചിലപ്പോ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ പോയി വൈകിട്ട് പെട്ടെന്ന് പോയി എടുത്തു. അപ്പൊ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പെട്ടെന്ന് അറിഞ്ഞ് ഞങ്ങൾ ഇപ്പം ഓൾറെഡി ചിക്കൻ ഒരു ഉച്ചയ്ക്ക് മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ബീഫ് ഇപ്പൊ പോയിട്ട് മേടിച്ച് കട്ടിങ് ഒക്കെ പരിപാടി നടന്നിരിക്കണം. വെച്ചാൽ ഈ പെട്ടെന്ന് മേടിക്കുമ്പോഴത്തേക്ക് അവർ ഓൾറെഡി ഉള്ള വേസ്റ്റ് എല്ലാം വെട്ടി തരികയും ചെയ്യും. മാത്രം ചെറിയ പീസായി കട്ട് ചെയ്ത് തരത്തില്ല. ഇവർക്ക് അത് ചെയ്യാനായിട്ട് പാടാണ്. കഴിഞ്ഞ വർഷവും ഇരിക്കാൻ ഇറച്ചി മുറിച്ചത്, ഈ വർഷം ഇരിക്കാൻ അതിന് മുന്നേ എല്ലാ വർഷം ഇരിക്കാന്. പിന്നെ ഞാനും നൈസാക്കി ഇങ്ങനെ ചെയ്യുന്നത് ഞാനും കഥയാണ് പോയിട്ടാണ് നമ്മുടെ ഫിത്തർ സക്കാത്ത് എല്ലാവർക്കും കൊടുത്ത്. ഞാനും കഥയാണ് പോയിട്ട് കഥ ട്യൂഷൻ ക്ലാസ്സിലായിരുന്നു. ഞങ്ങള് ഫിത്തർ സക്കാത്തൊക്കെ കൊടുത്തിട്ട് വന്നതേ ഉള്ളൂ. നൈസാക്ക് പ്രഗ്നന്റ് ആയിരിക്കും നമ്മൾ നൈസാനെ കൂട്ടിയില്ല. കാരണം ബൈക്കിൽ പോകാൻ പറ്റില്ല. കാരണം ഉള്ളിലോട്ട് പോകുന്ന റോഡുകളിൽ നമുക്ക് നൈസാനെ കൊണ്ടുപോകാൻ പറ്റില്ല ബൈക്കില്. രാത്രിയും കൂടെയാണ് ഞങ്ങള് പോയിട്ടൊക്കെ വന്ന്. അച്ഛനും പാപ്പയും കൂടെ പോയിട്ട് മണ്ണഞ്ചേരി, പാപ്പയുടെ ജന്മനാട് മണ്ണഞ്ചേരിയാണ്. അവിടെ പോയിട്ട് രാത്രിയിലും കഴിഞ്ഞിട്ട് അവരല്ലേ പള്ളിയിലൊക്കെ പോയിട്ടൊക്കെയാണ് വന്നത്. അത് എല്ലായിടത്തും നമ്മളെ കണക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടായി കാണും. പെട്ടെന്ന് പെരുന്നാൾ അറിഞ്ഞപ്പോഴത്തേക്ക് നമ്മളൊരു നോമ്പോട് പിടിക്കാൻ ഭയങ്കര ഇതിലിരിക്കുവായിരുന്നു. വെള്ളിയാഴ്ച ലാസ്റ്റ് നോമ്പല്ലേ കൊണ്ട് പിടിക്കാനിരിക്കുവായിരുന്നു. അപ്പോൾ ഞങ്ങള് വർക്ക് ആണല്ലേ, കിച്ചണിലെ വർക്കുകളൊക്കെ ചെയ്തോണ്ടിരിക്കുവാണ്. ഞങ്ങളുടെ പൊക്കത്തെ അടുക്കളയിലാണ്. 2 അടുക്കള ഉള്ളവരോട് ഉണ്ടാവുമെന്ന് ചോദിക്കുന്നവരോട് പ്രത്യേകം പറയാം, ഇതെന്റെ കുടുംബ വീടാണ്. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് മാറിയ സമയത്ത് ഏകദേശം ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഇവിടുന്ന് മാറിയതിനു ശേഷം ഉമ്മയും അപ്പയും വീട്ടിൽ ആരും ഇല്ലല്ലോ. പിക്കയുടെ വീട് കുറച്ച് അപ്പുറത്ത് തന്നെയാണ്. അപ്പൊ ഈ വീടിന്റെ മേളിൽ നമ്മൾ റെന്റ് കൊടുത്തിരിക്കുകയായിരുന്നു. അപ്പം അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ ടെമ്പററി ആയിട്ട് സെറ്റ് ചെയ്ത്. അപ്പൊ ഇപ്പൊ അവരുതായി ഞങ്ങൾ മേളിലായിട്ട് ഉമ്മയും അപ്പയൊക്കെ ആയിട്ട് ഞങ്ങൾ മേളിൽ കിച്ചണുണ്ട്, താഴെയും കിച്ചണുണ്ട്. അപ്പൊ ഈ കിച്ചൺ ശരിക്കും നമ്മൾ നോമ്പായപ്പോഴാണ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. പിന്നെ ഉമ്മയും അപ്പയും ഉറങ്ങുന്നുണ്ട് രാത്രി. ഈ സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ സംസാരിക്കാനോ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങളിപ്പോ മേളിലിട്ട് വന്നിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. ഫുഡ് ഉണ്ടാക്കുന്നില്ല, ഓൺലി കട്ടിങ് ആൻഡ് ക്ലീനിങ്. ഇറച്ചി ക്ലീൻ ചെയ്യുക, സബോള അരിഞ്ഞു വെക്കുക, ഉള്ളി അരിഞ്ഞു വെക്കുക, വെളുത്തുള്ളി അങ്ങനെയുള്ള കാര്യങ്ങൾ സ്പീഡപ്പ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട്. ഞങ്ങളുടെ പിച്ചാത്തിക്ക് മൂർച്ച പോരെന്നാണ് ഇക്കയുടെ പരാതി. എന്താ ഇത് മുറിയാത്തേന്നാ ചോദിക്കുന്നത്. പക്ഷെ ഞങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നില്ലല്ലോ ഇവിടുത്തെ ഇത്, അതുകൊണ്ടിട്ട് ഒപ്പിച്ചൊപ്പിച്ചാണ് ചെയ്യുന്നത്. ആരൊക്കെ ഉണ്ട് ഇതേപോലെ പെരുന്നാൾ ടൈമിൽ മാത്രം സഹായിച്ചു തരുന്ന ഭർത്താക്കന്മാർ അല്ലേ അനിയ? അതെ, പക്ഷെ ഇക്ക വാങ്ങിച്ചുകൊണ്ട് വരുന്ന എല്ലാ ബീഫിലും കൊഴുപ്പായിരിക്കും കൂടുതലും. ഈ വർഷം അങ്ങനെ തന്നെ. കഴിഞ്ഞ വർഷമാണ് അതിന്റെ അങ്ങേ വർഷമായിരുന്നു നമ്മൾ ശരിക്കും. കഴിഞ്ഞ വർഷം പെരുന്നാളിന് ഇവര് ഇതൊക്കെ അരിപ്പത്തിലുണ്ടാക്കാൻ രാത്രി 2 മണി പകല് മൊത്തം പുറത്തോടെ പോകേണ്ടി വന്നു. 2നും തലവേദനയിലായിട്ട് ഉറക്കമായിരുന്നു. ആ അവസ്ഥ ആരോഗ്യം. പക്ഷെ നമ്മൾ എന്തായാലും ഫുഡ് പുറത്തുനിന്നാണ് ഓർഡർ ചെയ്യുന്നത്, രാവിലത്തെ ഫുഡ്. അപ്പോൾ എനിക്കത് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരെയും പക്ഷെ ഭയങ്കര തിരക്ക്. ഷോപ്പിലൊക്കെ പോയിട്ട് ഗ്യാസിന്റെ ഷോർട്ട് എല്ലാം കൊണ്ട് അവര് ഓർഡർ എടുക്കുന്നില്ല. ഇല്ല, കഴിഞ്ഞ പ്രാവശ്യം അവിടെ ഞങ്ങള് അരിപ്പത്തിന് ഓർഡർ ചെയ്ത് പക്ഷെ കിട്ടിയില്ല. പെരുന്നാളായതുകൊണ്ടല്ലേ. അതിനല്ലേ ഇപ്രാവശ്യം നടന്നത്. ഈ പ്രാവശ്യം അരിപ്പത്തിരി ഇല്ല.
ഓർഡർ ചെയ്യാൻ അങ്ങനെ ഇല്ല. ഈ ഗ്യാസിന്റെ പ്രശ്നം കൊണ്ട് മിക്ക കടയും അടച്ചിട്ടിരിക്കും. ഞാൻ ഒരു പ്രാവശ്യം ഇതേണക്ക് നമ്മള് നോമ്പിന്റെ സമയത്ത് പോയി അരിപ്പത്തി വാങ്ങിച്ചത്. അവിടെ തന്നെ പോയി ചോദിച്ചപ്പോ അവിടെ കടയുടെ വാതിക്ക് എഴുതി വെച്ചിരുന്നു ഗ്യാസിന്റെ ഷോർട്ടേജ് കാരണം കട അവധിയാണെന്നും പറഞ്ഞിട്ട് എഴുതി വെച്ചിരിക്കുന്നു. പിന്നെ വേറൊരു കടയിൽ പോയി, അവിടെ ചെന്നപ്പോഴും അവിടെ ഇല്ല. അതിന്റെ അടുത്ത് മൂന്നാമത്തെ കട നമ്മൾ ഇവിടുന്ന് വലിയ അതിന്റെ അവിടെ ചെന്നപ്പോ ഉണ്ടായിരുന്നു. അപ്പൊ അവര് അവിടെ ഇഷ്ടംപോലെ അരിപ്പത്തി അടിക്കുക വെച്ചു. അവർ തരുമെന്ന് ചോദിച്ചോ പറഞ്ഞ് എപ്പോഴത്തെ ഞാൻ പറഞ്ഞ് പെരുന്നാളായിട്ട് വേണ്ടിയിട്ടാണ് പറഞ്ഞ മോളെ നാളെ പെരുന്നാളെല്ലാം എന്നുണ്ടെങ്കിൽ ഇത് കൊണ്ടുപോയി ചീത്തയില്ലെന്ന് അറിയത്തില്ല, ഇതിപ്പോ വൈകിട്ട് നോയമ്പുകാർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ കുഴപ്പമില്ല, നാളെ ആ പെരുന്നാളെങ്കിൽ നാളെ രാവിലെ 6 മണി വരെ വരുമെന്ന് പറയും. അങ്ങനെ എനിക്ക് 12 മണിയാകുമ്പോ ചെല്ലാൻ നയിക്കാം. അപ്പൊ ഞങ്ങള് പെരുന്നാള് കൺഫേം ചെയ്തപ്പോ ഇക്ക പോയി 10 മണിയാകുമ്പോഴത്തേക്ക് വരും. അവര് കുക്ക് ചെയ്ത് റെഡിയാക്കി വെക്കും. പറഞ്ഞ ഷോർട്ടേജ് വരുവാന്ന് ചോദിച്ചോ പറഞ്ഞില്ല, അത് ഗ്യാസ് ഒക്കെ ഓൾറെഡി നേരത്തെ ആണ്. അല്ല ഗ്യാസ് ഒക്കെ ഇരിപ്പുണ്ട്, തീരുന്നാൽ തന്നെ തീർന്നു കഴിയുമ്പോഴത്തേ കട അടക്കും. 7 മണി വരെ വരുന്നില്ല, 6 മണി. അവരും പ്രതീക്ഷിച്ചു. കാരണം വെച്ചാൽ 7 മണിയുണ്ട്, ഒരു അനക്കും ഇല്ല. ബില്ലിക്കാം മറ്റന്നാ പറഞ്ഞ് തീർന്നു. അതിന് മുന്നേ തന്നെ എനിക്ക് തന്നിരിക്കുന്ന കർമ്മം ഞാൻ വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. അയ്യോ ഇനി സബോള കുടിക്കല്ലേ. ചിക്കൻ്റെ പണി, ചിക്കൻ ക്ലീൻ ചെയ്ത് വെച്ച്. അപ്പം നാളെ നമുക്ക് നെയ്ച്ചോറ്, ബീഫ് കറി, ചിക്കൻ ഫ്രൈ, അപ്പോൾ കറി റോസ്റ്റ്. രാവിലെ അരിപ്പത്തിരി കെട്ടിയാൽ ഇല്ല കുത്തിപ്പറ്റും. സ്ലാവ് മതി. ഇക്കക്ക് തടിയൻ, എനിക്ക് സ്ലാവ് മുതൽ, നൈസാക്ക് റൊട്ടി. ഇതൊക്കെ അങ്ങനെയൊന്നുമില്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ എന്തെങ്കിലുമൊക്കെ സെറ്റ് ആക്കിയിരിക്കും. അതിന് മുന്നത്തെ പ്രാവശ്യം നമ്മൾ പൊറോട്ടയൊക്കെ ഉണ്ടാക്കിയത്. ഇപ്പോഴും നമ്മൾ പൊറോട്ട ഉണ്ടാക്കിയത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് കുറച്ച് അരിപ്പത്തിരിയും കുറച്ച് പൊറോട്ടയും പാക്കറ്റിലെ പൊറോട്ട. ശരി, ബാങ്ക് പൊറോട്ട. ഇപ്രാവശ്യം പൊറോട്ട പോയിട്ട് ഞങ്ങൾ ഇക്കയോട് പറഞ്ഞു, നമ്മളിക്ക് അരിപ്പത്തിരി ഇട്ടില്ല, പൊറോട്ട വെച്ച് അരിപ്പത്തിരി ഇപ്പം ബീഫ് കറിയാണ്. ബീഫും പൊറോട്ടയും നല്ല കോമ്പിനേഷൻ അല്ലേ. ഞങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് പൊറോട്ട വാങ്ങിക്കും. പക്ഷെ അതും കിട്ടിയില്ല. ഇടിയപ്പം, പക്ഷെ ഇടിയപ്പം ഇവിടെ നെയ്സാർക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത സാധനമാണ് ഇടിയപ്പം എന്ന് പറഞ്ഞു. പണ്ട് പിന്നെ എന്തെങ്കിലും കഴിക്കുമായിരുന്നു, ഇപ്പൊ ഗർഭിണിയപ്പോ നൈസ് ഒട്ടും കഴിക്കുന്നില്ല. ഇടിയപ്പം എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ട, ഞാൻ കഞ്ഞി വെച്ച് കഴിച്ചു. 7 ദിവസമുണ്ട്. ഒരു ദിവസം പുട്ട്, ഒരു ദിവസം ഇടിയപ്പം, ഒരു ദിവസം ദോശ, ഒരു ദിവസം ഇഡലി, ഒരു ദിവസം കലക്കി ചുട്ട്. അതാണ് ഇവിടുത്തെ മെനു. പിന്നെ ഞാൻ ഒരു പ്രാവശ്യം മറ്റേ എന്തോ നമ്മളെ ചെയ്യല്ല ഫോണിൽ നോക്കി മറ്റേ കോഴിക്കോട് കണ്ണൂർ മറ്റേ ഈ അരിമാവ് കലക്കി മറ്റേ തേങ്ങയൊക്കെ ഇട്ട് കലക്കി എന്ത് ഒരു ഇങ്ങനെ നിറച്ച് കൂട്ടണൊക്കെ ഒരു സാധനങ്ങൾ ഉണ്ടാക്കുന്നില്ല. ഇങ്ങനെ അമർദ്ദ അതുണ്ടാക്കി, പക്ഷെ അത് കൊള്ളാറുണ്ട. അതിന് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് നല്ല അരിപ്പത്തിരിയുടെ ടേസ്റ്റ് വരും. പൊറോട്ടയില്ല, എന്തൊരു സാധനം. ഞങ്ങളുടെ ആലപ്പുഴ സക്രു സാറും അട്ടപ്പള്ളിയൊക്കെ നല്ല പരിപാടികളൊക്കെയാണ്. ഇർഷാദിന്റെ അവിടെ, ഇർഷാദുള്ളവിടെ. ഞങ്ങൾക്കൊന്നും പോകാൻ പിന്നെ ഇവിടെ പോയില്ല. ഇങ്ങനെ അല്ലേ, പോകാൻ പറ്റില്ല. ഇപ്രാവശ്യം എന്തായാലും ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന തിരക്കൊക്കെ ആയിരിക്കും. ഞാൻ എനിക്ക് കൊണ്ടുപോയിട്ടില്ല. അതിന് പോയിക്കൊണ്ടിരുന്നു. ഞങ്ങള് ബീച്ചില് വീട്ടില് ഫസ്റ്റ് ഞങ്ങൾ ഇവിടുന്ന് മാറിയ ശേഷം നൈസാടെ ഉള്ള കല്യാണത്തിന് മുന്നേ ഒരു പ്രാവശ്യം സെക്രട്ടറി അതിന് മുന്നേ ചെയ്തിട്ട് പിന്നീട് പോയിട്ടുണ്ട്. നമ്മള് ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ബീച്ചിൽ വീട്ടിൽ വെച്ചുണ്ടായിരുന്ന സമയത്ത് പോയിട്ടുണ്ട്. അന്ന് മറ്റേ എന്റെ കൂടെ പഠിച്ചപ്പോ പാത്തുനെയൊക്കെ കണ്ടില്ല, പോയിട്ടുണ്ട്. പിന്നെ നെയ്സ വന്നിട്ട് കൂടിയിട്ട് വന്നിട്ടില്ല. ഞാൻ നോക്കും, പക്ഷെ നെയ്സപ്പ് ഇത്രയും മാസമായിട്ട് ഇരിക്കുന്ന ഭയങ്കര തിരക്ക്. ഇപ്പൊ വലിയല്ല, ഒരു 10-11 മണിയെല്ലാം ആകുമ്പോഴത്തേക്ക് നമ്മുടെ മുന്നിലേക്ക് നമുക്ക് ചിറപ്പ് വരത്തില്ലേ. ആലപ്പുഴക്കാർക്ക് അറിയാൻ പറ്റും നമ്മുടെ ചിറപ്പ്. അതേ സെയിം ഇത് തന്നെ, ഭയങ്കര സകല സാധനം കിട്ടും. ഇത്രയും നാളെ മറ്റേ ഒരു സൈഡ് മാത്രമായിട്ടായിരുന്നു വെച്ചോണ്ടിരിക്കും. 10 സൈഡും കൂടെ അവര് അലങ്കരിച്ച് ഡെക്കറേഷൻ ലൈറ്റ് ഒക്കെ പൊളിയാക്കി വെച്ചിരിക്കും.
ഇവിടെയൊക്കെ ഇങ്ങനെ പടക്കം പടവളാന്ന് പറഞ്ഞിങ്ങനെ പൊട്ടി കൊണ്ടിരിക്കും. റോഡിൽ കൂടിയൊക്കെ പിള്ളേര് ഫുള്ള് പടക്കം പൊട്ടിച്ചു. കഴിഞ്ഞ വർഷം അങ്ങനെ അച്ഛന് പടക്കം വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും അച്ഛനോട് പറഞ്ഞു. അച്ഛൻ സർപ്രൈസ് ആയിട്ട് പോയി പടക്കമൊക്കെ വാങ്ങിച്ചിടണം. പടക്കമൊക്കെ മേടിച്ചോണ്ട് പടച്ച് ഞങ്ങൾക്ക് കോപ്പി റൈറ്റിന്റെ കോശയാത്രയായിരുന്നു. കോപ്പി റൈറ്റ് എന്തുമാത്രം അവസാനം ഡിലീറ്റ് ചെയ്ത ശേഷമാണ് ഞങ്ങൾ ആ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതിന്റെ വ്ളോഗ് ഇട്ടത്. പിള്ളേര് പടക്കം പൊട്ടിക്കുന്നതെല്ലാം ഭയങ്കര എല്ലാം എന്തുമാ ഇഷ്ടം പോലെ കട്ട് ചെയ്തു. ഇതൊന്നല്ല കൊറേ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. എല്ലാം കട്ട് ചെയ്തു. മേടിക്കാൻ പോയിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്ന ഇതാക്കി പിടിക്കുന്നതെല്ലാം ഉണ്ട്. അതെല്ലാം ഞങ്ങൾ കട്ട് ചെയ്തു. എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ ബീഫ് മുറിച്ചോണ്ടിരിക്കുക. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പ്രാവശ്യം ആഘോഷങ്ങളും കാര്യങ്ങളൊന്നും ആക്കില്ല. കാരണം എൻ്റെ മാമ സുഖമില്ലാതെ ഒരു 3 ദിവസങ്ങൾക്ക് മുമ്പ് ഹോസ്പിറ്റലാണ് അറ്റാക്ക് ഒക്കെ വന്നിട്ട്. അപ്പം എൻ്റെ കസിൻ ഷമീൻ ബുക്കുന്നുണ്ട്. അവരെല്ലാം ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാൻ പറ്റും ഫ്രണ്ടിനൊക്കെ. അപ്പോൾ അവൻ തീർച്ചയായിട്ടും ഗൾഫിനൊക്കെ വന്നിട്ട് സൗദിയിലാണ് അവർ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് തന്നെ പ്രശ്നം പറയത്തൊക്കെ യാതൊരു ആർഭാടങ്ങളോ കാര്യങ്ങളോ പടക്കം കുട്ടികളോ ഒന്നുമില്ല. ഞങ്ങൾ അതുകൊണ്ട് തീരുമാനിച്ചായിരുന്നു. ബാക്കി കാര്യങ്ങളിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല. മാക്സിമം എല്ലാം ഒഴിവാക്കുകയാണ്. അതിനൊക്കെ എല്ലാരും ചോദിക്കുന്ന ഹൗസ് വാമിങ് എപ്പോഴാണ്. ഞങ്ങൾ ഇന്ന് ഇട്ടത് റീല് കണ്ടിട്ട് ഒരാള് മാത്രം വെച്ച് ഓഗസ്റ്റ് നമ്മൾ മറ്റേ ഹൗസ് വാമിന്റെ ഞാൻ പറഞ്ഞില്ലേ അതിനകത്ത് ഒരു 2 സ്പെല്ലിംഗ് മിസ്റ്റേക്കിന്റെ പ്രശ്നം ഉണ്ട്. അത് തീർത്തത്. അപ്പൊ അതിന് ഇത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു. പക്ഷെ അത് കണ്ടുപിടിച്ച് സംഭവിക്കണം കേട്ടല്ലേ. ഞങ്ങള് പോലെ അല്ല ആ ഹൗസ് വാമിന്ന് ആ ഒരു പ്രൊജക്ട് അതൊരു ക്ലിപ്പ് എടുത്ത. പക്ഷെ അതിനകത്തുനിന്ന് ഒരു ഡേറ്റ് ഒക്കെ തപ്പി എടുത്ത് പറഞ്ഞു. ഹൗസ് വാമിനില്ല നമ്മള് പിന്നെ പറയുന്നുണ്ട് എന്റെ കാര്യങ്ങളൊക്കെ വീട്ടിലായിട്ടുള്ള വേറെ ഇങ്ങനെ നിങ്ങളെ വിളിക്കുന്നു. അതന്നെ അതിന്റെ നമുക്ക് വീടിന്റെ കുറച്ച് കുഞ്ഞു വർക്കും കൂടെ കഴിയാറുണ്ട്. ഇൻഷാല്ലാഹ് ശേഷം ഞങ്ങളുടെ സ്വപ്ന ഭവനം അതിന് എല്ലാം കാണിച്ചു തരുന്നത്. ഇന്ന് അച്ചു ഹസൻ പള്ളിയിൽ പോയിട്ട് ചോറും ഉണ്ടായിരുന്നു. ഇച്ചി ചോറുണ്ടായിരുന്നു. കയ്യാപ്പിക്കപ്പോ ചിക്കൻ കിട്ടിയില്ലെന്ന് പറഞ്ഞ പരാതി പറഞ്ഞു. ആകെ ഒരു പൊതിച്ചോറ് ഞങ്ങൾ എല്ലാണ്ട് വാരി അങ്ങോട്ടും ഇങ്ങോട്ടും പറയല്ല. അങ്ങോട്ടില്ല, ഞാൻ എല്ലാവർക്കും വാരി കൊടുത്ത് കഴിച്ചത്. ചിക്കനിൽ നിന്ന് പിണങ്ങി ആ ചോറ് ചിക്കൻ ഒരു അതിനകത്തുള്ള ശകലം ചിക്കൻ കഴിച്ചിട്ട് മാറിക്കിടന്ന് വഴക്ക് പറയും. അച്ഛനവിടെ കളിയ പടം വരയ്ക്ക് ഒന്നെങ്കിൽ ടി വി അല്ലെ പടം വരയ്ക്ക് പടം വരെ ഭയത്തെ ഉറങ്ങിയോണ്ട് അല്ലെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും അതന്നെ മിക്ക നമ്മുടെ വീഡിയോയിലും പ്രത്യേകിച്ച് നൈസായ നിശ്ചയം മാത്രമല്ല ഉറപ്പായിട്ടും കഥ കയറും. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ജോലി ചെയ്യാനും അങ്ങനെ ഹെൽപ്പ് ചെയ്യാനും. നമ്മൾ പറയാനൊന്നും വേണ്ട. അങ്ങനെ ചെറിയ പണ്ട് ഞങ്ങൾ എപ്പോഴും എവിടെയോ പോലെ ഫ്രൂട്ട്സ് മേടിക്കാനായിട്ട് കുഞ്ഞൊരു നൈഫുണ്ട്. അത് എടുത്തോണ്ട് വരും. അപ്പൊ അതിന് വലിയ മൂർച്ച വരും. ഭയങ്കര ഇതാക്കി തരില്ല. അത് എടുത്തോണ്ട് വരും. ഞാൻ ഉള്ളി പൊളിച്ച് തരട്ടെ. എന്നിട്ട് ഇങ്ങനെ പയ്യെ ഓരോ ഇങ്ങനെ ഇതല്ല ഓരോ തൊലിയും വൃത്തിയായിട്ട് ക്ലീൻ ആയിട്ട് ചെയ്ത്. അതുപോലെ നമ്മള് അടുക്കളയിലാണെങ്കിൽ പാത്രം കൊണ്ട് സിങ്കിലിട്ട് കഴിഞ്ഞാൽ അപ്പൊ പോയി കഴുകി വെച്ച്. ഏറ്റവും ഇഷ്ടം കഴിച്ചേക്കും പാത്രം കഴുകണം. പക്ഷേ നല്ലപോലെ വൃത്തിയാക്കി കഴുകി നമുക്ക് ബാസ്കറ്റ് നമ്മൾ കൊടുക്കുന്ന കൊട്ടയുടെ അതൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കും. അങ്ങനെ ടൈം എത്ര ഇപ്പൊ കറക്റ്റ് 11:41 ഇവിടെ പടക്കം പൊട്ടിച്ച് തകർക്കുക പിള്ളേര്. ബീഫൊക്കെ ഫുള്ള് കട്ട് ചെയ്ത് ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് പോയി ഫുഡ് കഴിച്ച് ചോറൊക്കെ കഴിച്ചിട്ട് വന്ന് ബാക്കിയൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മുടെ പത്തിരി വാങ്ങാനായിട്ട് പോയിരിക്കുകയാണ്. അതിപ്പം അവിടുന്ന് ഒരു ഫോട്ടോ അയച്ചു തന്നു. ഒരു നീണ്ട ക്യൂ ഉണ്ട് പത്തിരിക്കടയില്. പത്തിരി കിട്ടുമില്ലെന്ന് തമ്പുരാനും മാത്രം അറിയാം. ഇവിടെ ഞാൻ വെളുത്തുള്ളി കഴിഞ്ഞു, സബോളയിലോട്ട് കിടന്നിരിക്കുന്നു. അനിയ ചിക്കനൊക്കെ കഴുകി കഴിഞ്ഞു. ഇപ്പൊ ബീഫ് കഴുകാൻ തുടങ്ങി. ബീഫ് കഴുകി കഴിഞ്ഞല്ലേ, അതിന് കുറച്ച് ലിവറും കൂടി ഉള്ളു കഴുകാനായിട്ട്. ചിക്കൻ മസാല തേച്ച് വെക്കണോന്നൊക്കെ അനിയ പറയുന്നുണ്ട്. നടക്കില്ലെന്നൊന്നും അറിയത്തില്ല. നമ്മളെല്ലാ പ്രാവശ്യം അങ്ങനെ ചെയ്യാറ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എനിക്ക് തോന്നുന്നു സവോളയൊക്കെ അരിഞ്ഞു വെച്ചായിരുന്നു തോന്നുന്നു, ഓർക്കുന്നില്ല. പക്ഷെ ഇതെല്ലാം പൊളിച്ചു വെക്കും നമ്മള് തലേ ദിവസം.
അതേപോലെ തന്നെ ഇന്നും എല്ലാം പൊളിച്ചൊക്കെ വെച്ച് എങ്ങനെ പോയാലും ഒരു മണിയാവാറാവും നമ്മൾ കിടക്കുമ്പോൾ. അച്ചു അക്കയ്യാക്ക് നല്ല ഉറക്കമായി, നേരത്തെ പറഞ്ഞല്ലോ ഉറക്കമായിരുന്നു. അച്ചു ഉറങ്ങിയിട്ടില്ല, അച്ചു ഉറങ്ങാനുള്ള തത്രപ്പാടില്ല, മേലെ എഴുതാനായിട്ടൊക്കെ പോയിരിക്കുകയാണ്. മിക്ക പത്തിരിയും കൊണ്ട് എപ്പോൾ വരും എന്നറിയില്ല. നീയുടെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു അല്ലേ? എല്ലാം കഴിഞ്ഞ് പാത്രങ്ങൾ ഉറക്കം വന്നിട്ട് കണ്ണ് കുറയുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ രാവിലെ അത്താഴത്തിന് 4:30 മണിയിലപ്പോ എഴുന്നേറ്റിട്ട് കിടന്നിട്ടില്ല, ഉറങ്ങിയില്ല. സംസാരിച്ച് വീടിന്റെ ഒക്കെ ഹൗസ് വാമിങ്ങിന്റെ ഒക്കെ കാര്യമെല്ലാം പറഞ്ഞ് അതിന്റെ ഓരോ കാര്യങ്ങളൊക്കെ വീടിന്റെ സംസാരിച്ചിരുന്ന് പിന്നെ അവസാനം അപ്പൊ 6 മണി ആളെയല്ലേ അന്നേരം പറയുന്നത് ഇനി കിടന്നാൽ ശരിയാത്തില്ലെന്ന് പറഞ്ഞ് മാന്തേതാ. പിന്നെ വീട് പണിയുടെ സ്ഥലത്ത് പോയി, അച്ഛനെ വിളിക്കാണ്ടി പോയി, സാധനം വാങ്ങാൻ പോയി. നാളെ പെരുന്നാളാണോ എന്ന് ആണോ എല്ലാം അറിയത്തില്ല. അതുകൊണ്ട് സകല സാധനം മേടിക്കാനൊക്കെ പോയിട്ട് വൈകിട്ട് വന്ന് പിന്നെ പള്ളിയിൽ പോയി സൂചിയും കഞ്ഞിയും എല്ലാം വാങ്ങിച്ചോണ്ട് വന്ന് പിന്നെ അതിന്റെ ഇക്കായിട്ട് ഡ്രസ് എടുക്കാൻ വേണ്ടി പോയി. പിന്നെ വന്ന് നോയമ്പ് ഒരു റെസ്റ്റ് ഇല്ലാതെ ഞാൻ നൈസാളും ഇക്കാളും പറയുമായിരുന്നു. രാവിലെ 9 മണിയെല്ലായപ്പോഴത്തെ കുളിപ്പട്ട് കയറ്റിയതാ. പിന്നെ ഒരു വേണ്ടി വന്നില്ല, അതുകൊണ്ട് ശരിക്ക് ടയർഡായി. അതുകൊണ്ട് ഈ പിന്നെ ഇതും കൂടെ എല്ലാം ഉള്ളു. ഞാൻ പിന്നെ ഈ സബോളയും കൂടെ പൊളിച്ച് ചിക്കൻ മസാല പിന്നെ പല്ലേക്ക മെല്ലെ കിടക്കുക. ഇക്ക അതിനുള്ളിൽ പത്തിരിയായിട്ട് വരുമ്പോ ഇല്ല എന്നുള്ളത് നമുക്ക് കാണാം. അപ്പൊ രാവിലെ കാണാം. ഇന്നലെ രാത്രി പോയിട്ട് അടുപ്പത്തിലെല്ലാം കിട്ടി സെറ്റായ സന്തോഷത്തില് ഞങ്ങൾ 5:30 അലാറെല്ലാം വെച്ചിട്ടുണ്ട്. പക്ഷെ 5:30 അലാറം അടിച്ചിട്ട് എഴുന്നേക്കാൻ പറ്റില്ല. 2-3 ദിവസമല്ല, താമസം ഇറങ്ങി. ഇന്നലെയും താമസം ഇറങ്ങിയത്. ഇതൊക്കെ അല്ലാതെ 6 മണിയൊക്കെ. പ്രത്യേകിച്ച് പണിയെന്ന് വെച്ചാൽ ഞങ്ങൾക്കിപ്പോൾ ബീഫ് കറി ഉണ്ടാക്കാം, പിന്നെ കറി കാച്ചി ഉണ്ടാക്കി. ഈ രണ്ട് പരിപാടി മാത്രമേ. അല്ല ഇപ്പൊ രാവിലെ എല്ലാം തുടങ്ങി വെച്ചേക്കാം. രാവിലത്തെ മീൻ പരിപാടി അല്പത്തിലൊക്കെ കറി കാച്ചി ഉണ്ടാക്കാം, ഇറച്ചിക്കറി ഉണ്ടാക്കാം. അപ്പൊ എല്ലാ പ്രാവശ്യം ഞങ്ങൾ രാവിലെ ബീഫ് കറി ഉണ്ടാക്കിയിട്ട് ഉച്ചക്ക് രാവിലെ ചിക്കൻ ഉണ്ടാകാം. മിക്കാറുണ്ട് നമുക്ക് 1-2 ശ്രമിക്കാറില്ല. ചിലപ്പം നിങ്ങൾ പുറത്തോട്ട് പോകാൻ സാധ്യതയുള്ളത് കൊണ്ടിരിക്കാൻ ഒറ്റയടിക്ക് വെച്ചാൽ മതി. അങ്ങനെ 3 നേരവും കൂടെ ബീഫ്. ഞങ്ങൾ 5:35 അപ്പൊക്കെ എപ്പോഴാണ് 5:30 അലാറം അടിച്ചപ്പോഴെന്നിട്ടുണ്ടോ. അങ്ങനെ ഇപ്പൊ കറക്റ്റ് 6 മണിയായിട്ടുണ്ട്. ആദ്യം ഞങ്ങൾ 6 മണിക്ക് എഴുന്നേക്കാന്ന് പറഞ്ഞപ്പോ നീ പറഞ്ഞു വേണ്ട, നമ്മൾ എഴുന്നേറ്റ് പല്ലേച്ച് ബാത്റൂമിൽ പോയിട്ട് വരുമ്പോ 6 അതുകൊണ്ട് 5:30 എഴുന്നേറ്റ് കറക്റ്റ് 6 മണിയാകുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ 6:05 കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് എന്നിട്ട് ചായ ഇട്ടിട്ട് ഭയങ്കര തലവേദന. ഫസ്റ്റ് ചായ ഇട്ട് കുടിച്ചതിന് ശേഷം നമുക്ക് പരിപാടിയിലോട്ട് കിടക്കാം. പെരുന്നാളാണ് ഗൈസ്. എല്ലാവർക്കും ഞങ്ങൾ രണ്ടുപേരുടെയും നല്ല ഒരു ഹാപ്പി ഈദ് മുബാറക്. ബാക്കി നമുക്ക് ഇക്ക വന്നിട്ട് പറയാം. മസാല തേച്ച് വെച്ച ചിക്കനൊക്കെ നല്ല ഫ്രീസായി സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൊണ്ട് താഴേക്ക് പോവാം അല്ലേ? കുക്കിംഗ് പ്രിപ്പറേഷൻ എല്ലാം താഴത്താണ്. അപ്പൊ രാവിലത്തെ അംഗം നമ്മുടെ കഴിഞ്ഞിരിക്കുകയാണ്. രാവിലത്തെ അംഗം കഴിഞ്ഞില്ല, അരിപ്പത്ത് വയ്ക്കാൻ വല്ല നേരത്തെ മേടിച്ചോണ്ട് വന്നായിരുന്നു. ഇറച്ചിക്കറി ബീഫ് വെച്ച്
പിന്നെ കരള് മേടിച്ചിട്ടുണ്ടായിരുന്നു. കരള് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഫ്രൈ ആണ് ഉദ്ദേശിച്ചത്, പക്ഷെ ഞങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ അത് റോസ്റ്റ് ആയി. അപ്പൊ നൈസാന്ന് കഴിഞ്ഞാൽ റോസ്റ്റ് ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഇതുണ്ടല്ലോ, നമുക്ക് അങ്ങനെ കഴിക്കാൻ തന്നെ. ഇനിയിപ്പോ വരുമ്പോഴത്തേക്കും അത് ഫ്രൈ ആക്കണം എന്ന് പറയുന്നത് ഞങ്ങൾ നേരെ ഫ്രൈയിലോട്ട് കടത്തുന്നതായിരിക്കും. പിന്നെ ചിക്കനെ ഇന്നലെ രാത്രി എല്ലാം മസാലയൊക്കെ പുരട്ടി വെച്ച് കഴിഞ്ഞു. ഇനി ചിക്കൻ പൊരിക്കുക, നെയ്ച്ചോറ് വെക്കുക, സാലഡ്. കുറെ നാളെ പരിപ്പറി ഇടും, പക്ഷെ പരിപ്പറി വെക്കണമെന്ന് ചോദിച്ചു, പക്ഷെ കരിയത്തില്ല. ബാക്കിയുള്ള വീഡിയോസ് ഒന്നും നമ്മൾ താഴത്ത് കണ്ടെടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ വീണ്ടും പൊക്കത്ത് വന്നിരിക്കുമ്പോൾ ഇനി അടുത്ത നമ്മുടെ കറി കാച്ചി, നമ്മുടെ സ്വന്തം കറി കാച്ചി. ഞങ്ങളുടെ എല്ലാ ഫേവറേറ്റ് സാധനമാണ് കറി കാച്ചി. അപ്പൊ ഇന്ന് അവിടെ ചിലപ്പം പണിക്കാർ വരുമെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ കുറച്ച് കൂടുതലുണ്ടാക്കുന്നുണ്ട്. അവർ വന്നില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് ഉപയോഗിക്കില്ലെന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് നമ്മള് പെരുന്നാളിന് പങ്കുകൊടുക്കണം. കുറച്ചുണ്ടാക്കുന്നുണ്ട്. അപ്പൊ അവരും കൂടെ വരുന്നുണ്ടെങ്കിൽ അവര് വരിക ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇക്കൊക്കെ നമ്മളടുത്ത പള്ളിയിലാണ് പോയിരിക്കുന്നത്, നമ്മളെ പുതിയ വീടിനടുത്ത പള്ളിയിലാണ് പോയിരിക്കുന്നത്. ഇക്ക എപ്പോഴും അവിടെ പോകത്തുള്ളൂ. അവിടെ പോയിട്ട് വരുമ്പോ അവരുണ്ടെന്ന് പറയുവാണെങ്കിൽ ഇക്കടെ കൊടുത്തു വേണം. ആണ് ഒരു പഴം മുറിച്ച് രാവിലെ കൈ മുറിച്ച് അത് ഇന്നലെ മുറിച്ച് വെച്ചായിരുന്നു ഞാൻ രണ്ടും. അപ്പൊ രാവിലെ എല്ലാരും കുളിച്ചപ്പോ ഞങ്ങള് കുളിച്ചിട്ടില്ല. അപ്പൊ രാവിലെ ഇതും കൂടെ ഒന്ന് ഒതുക്കിയതിന് ശേഷം വേണം ഞങ്ങക്ക് കുളിച്ച്. പുതിയ ഡ്രസ്സൊന്നും അല്ല, ഞങ്ങൾ വീട്ടിൽ നമുക്ക് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വേണം ഡ്രസ്സൊക്കെ ഇട്ട് ഫുഡ് കഴിച്ച് പുറത്തോട്ട് പോകുന്ന സമയത്ത് മാത്രമേ പുതിയ ഡ്രസ്സ് ഇടുന്നത്. എല്ലാ വർഷവും സാധാരണ എല്ലാരും രാവിലെ എഴുന്നേറ്റ് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടൊക്കെ ആയിരിക്കും വീഡിയോയിലൊക്കെ നമ്മള് കാണുന്നത്. പക്ഷെ ഞങ്ങളുടെ മാത്രം എന്താ ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ എവിടെയെങ്കിലും പെരുന്നാളിന്റെ ദിവസം എവിടെയെങ്കിലും പോയാൽ മാത്രമേ ചിലപ്പോ ആ പുതിയ ഡ്രസ്സ് ഇട്ട് ഒരുങ്ങി പോകത്തുള്ളൂ. അത് ഞങ്ങൾ ഈ കോലത്തില് കറി കാച്ചിനൊക്കെ ഏകദേശം സാധനമൊക്കെ സെറ്റ് ചെയ്ത ശേഷം ഞാൻ നെയ്സാനെ കുളിക്കാതെ പറഞ്ഞു വെച്ചു. കാരണം അല്ലെന്നുണ്ടെങ്കിൽ ഞാനും നെയ്സാനോട് നിന്നിട്ട് പ്രത്യേകിച്ച് പ്രയോജനം. കാരണം വെച്ചാൽ അതെല്ലാം നെയ്സ അടുപ്പിച്ച് തന്നെ തേങ്ങാപ്പാലാക്കി കടലപ്പരിപ്പ് വേവിച്ച് ബാക്കി സേമിയ കുറച്ചെല്ലാം ഇതാക്കി. ഇനി അതെല്ലാം സെറ്റ് ചെയ്തെല്ലാം പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി സേമിയ വറുത്തിട്ട് കണ്ടിപ്പരും അങ്ങനെയുള്ളതല്ല. നമ്മൾ നെയ്സ ആ സമയം വെച്ചാൽ ഇച്ചിരി വിളിച്ച് കൂടുതൽ വെച്ചിട്ടുണ്ട്. അന്നേരം നമുക്ക് ഇതെല്ലാം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് രണ്ടിനും കൂടെ നിന്നിട്ട് കാര്യമില്ല. പിക്ക് വരുന്ന സമയത്ത് ഞങ്ങൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് നിൽക്കാന്ന് വിചാരിച്ച് അതുകൊണ്ടാണ് ഇതാക്കിയത്. നെയ്സാനെ പറഞ്ഞിട്ട് നെയ്സ കുളിച്ചിട്ട് വരുന്ന സമയത്ത് ഞങ്ങൾ ഷിഫ്റ്റ് ആയിട്ട് മാറിയിട്ട് നെയ്സ ഇവിടെ നിൽക്കും, ഞാൻ അങ്ങോട്ട് പോകും. അപ്പൊ എല്ലാവരും രാവിലെ വീട്ടിലൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കാണും. കാരണം വെച്ചാൽ എല്ലാവരും വെളുപ്പിന് തന്നെ എഴുന്നേൽക്കുന്നതാണ്. എല്ലാവരും ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് നിസ്കരിക്കാനൊക്കെ ഇതായിട്ട് വേണം. ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം പോവാനായിട്ട്. ഗൈസ് എല്ലാവർക്കും ഈദ് മുബാറക്. ഈദ് മുബാറക്. ഈദ് മുബാറക്. ഈദ് മുബാറക്. ഈദ് മുബാറക്. പറയൂ നീ സത്താങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്തോണ്ടിരിക്കുകയാണ്? അതന്നെ ഞങ്ങളാണ് നല്ല വ്യൂ എല്ലാം കണ്ട് അതല്ല കേട്ടോ വ്യൂ, അത് ഞങ്ങളുടെ പാത്രങ്ങളാണ് ചാക്കിൽ കെട്ടി വെച്ചിരിക്കുക. ഞങ്ങൾക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നല്ല പുറത്തൊക്കെ നല്ല വ്യൂ എല്ലാം കണ്ട്
ഇവിടെ ഇതാ വെളിയിലൊരു കുഞ്ഞൊരു ചെറിയ കടലുണ്ട്, നമുക്ക് അവിടെയൊക്കെ ഇരുന്ന് നല്ല ആസ്വദിച്ച് കറി കാച്ചി കുടിച്ചിട്ട് വേണം ബാക്കി എന്ത് പണിക്ക് പോകാൻ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇറച്ചിക്കറി ഒന്നിച്ച് വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് വല്ല പണിയൊന്നുമില്ല. ഞങ്ങൾക്ക് നെയ്ച്ചോറ് വെക്കുക, ചിക്കൻ പൊരിക്കുക, ആ 2 പണി മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പെരുന്നാളിൻ്റെ ഉച്ചക്കൊക്കെ ഭക്ഷണമെല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴല്ലേ നിങ്ങൾ ഞങ്ങളെ കാണുന്ന, ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങളിന്ന് ഹൗസ് വാമിങ്ങിൻ്റെ വിളി തുടങ്ങി. ഞങ്ങൾ ഉച്ചയില്ലായപ്പോഴത്തേക്കും ഇറങ്ങിയതാണ്. പോയിട്ട് വന്ന സമയത്ത് ഇക്കയുടെ ഒരു ഫ്രണ്ടിൻ്റെ വാപ്പ മരിച്ചു. എനിക്ക് അങ്ങോട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ. ബീച്ചിൽ പോകാൻ പറഞ്ഞു. ബീച്ചിൽ പോയില്ലേന്ന് അറിയത്തൊന്നുമില്ല. അപ്പോൾ ഇക്ക പറഞ്ഞാൽ നമുക്ക് എൻ്റെ വീട്ടിൽ പോയിട്ട് നമുക്ക് ഹൗസ് വാമിൻ്റെ കാര്യം പറഞ്ഞിട്ട് നമ്മൾ കാറിലായിട്ട് ഇറങ്ങിയ. കാറിൽ ഞങ്ങൾ അവിടെ ഒരു പറമ്പുണ്ട്, അവിടെ കൊണ്ട് നമ്മളിങ്ങോട്ട് വണ്ടി വരത്തില്ല, വണ്ടി വരും. അപ്പോൾ അവിടെ കൊണ്ട് വണ്ടി ഇട്ടിട്ട് ഞാൻ നൈസായി പിള്ളേരും കൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ കാണുന്നതായിരുന്നു ഞങ്ങളുടെ പഴയ അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ പെരാസോലി വിളിച്ച് അതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മുടെ ഉമ്മാടെ അനിയത്തി, എൻ്റെ ഉമ്മാടെ അനിയത്തി വീടുണ്ട്. അവിടെ ചെന്ന് കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞിരുന്ന് ഒരു 9:30 9:30 കഴിഞ്ഞ് നേരെ അപ്പം ഇക്കാടെ മാമ ഉണ്ട് സുഖലായിരിക്കും. അപ്പം ഞങ്ങൾ അവിടെ നേരെ കാണാൻ പോയിട്ട് വന്നതാ ഇവിടെ വന്നിരിക്കും. ഇപ്പോൾ ഒരു 11:30 സമയം. എൻ്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഞങ്ങൾ വയറ് നിറച്ച് പൊറോട്ടയും ചിക്കനും ബീഫും കറി കാച്ചെല്ലാം കഴിച്ച് സെറ്റായിട്ട്. അതുകൊണ്ട് വേറെ എവിടുന്ന് ഒരു സാധനം കഴിക്കാൻ വേണ്ടി മാങ്ങ എളാപ്പാക്ക് മാങ്ങയുടെ അച്ചോടം. അപ്പം എളാപ്പ മാങ്ങയൊക്കെ മുറിച്ചെന്ന് ഞങ്ങളിതെല്ലാം കഴിച്ച് പിന്നെ ഞങ്ങൾ നേരോട് വന്നു. രാത്രി 11:30 മണിക്ക് കറി കാച്ചി. ഞങ്ങൾ ഭയങ്കര കറി കാച്ചില്ലേ പറയുള്ളൂ. പിള്ളേരും കുടിച്ചില്ല. അപ്പൊ ഇനി കുറച്ചും കൂടി ഇരിപ്പോട്ട് ആയിട്ട് കുടിച്ചായിരുന്നോ? ഇനി കുറച്ചും കൂടി ഉണ്ട്. അപ്പൊ ഇന്നത്തെ സാധാരണ നമ്മളെ മറ്റേ റീൽസിലൊക്കെ കാണുന്ന കണക്ക് ഇപ്പൊ ഓണമാണെങ്കിൽ ചോറും കറികളും എല്ലാം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന കണക്ക് ഞങ്ങളുടെ ഫ്രിഡ്ജിലും ഉണ്ട്. താഴത്തെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, മുകളിലത്തെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. ഇറച്ചി ഇരിപ്പുണ്ട്, ഫ്രൈ ചെയ്യാനുള്ള മസാല കൊട്ടി വെച്ച് ചിക്കൻ വരെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. ഇറച്ചിക്കറിയും ഉണ്ട്, നെയ്ച്ചോറും ഉണ്ട്, രാവിലത്തെ അരിപ്പത്തിരി ഉണ്ട്, കറി കാച്ചിയുണ്ട്, എല്ലാ സാധനവും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് നാളെ റെസ്റ്റ്. പിന്നെ നാളെ അലക്ക് മഹോത്സവമാണ് ഉള്ളത്. ഇഷ്ടം പോലെ ഇന്നത്തെ തുണിയുണ്ട് കഴുകാനായിട്ട്, ഇന്നലത്തെ തുണിയുണ്ട് കഴുകാനായിട്ട്. പിന്നെ നാളെ തൊട്ട് ഞാനും ഇക്കായും ഓട്ടത്തിലായിരിക്കും. ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് 2-3-4-5 വീഡിയോ നാളെ കണ്ടിന്യൂസ്. അപ്പൊ ഇക്ക പറഞ്ഞ് നാളെ ഇക്ക ജോലിക്ക് പോയിട്ട് വന്നതിന് ശേഷം നമുക്കറിയാം വെച്ചാൽ നമുക്ക് നെയ്സാനയും കൊണ്ട് പോക്ക് നടക്കത്തില്ല. അതുമല്ല പോവാണെങ്കിൽ കാറിൽ തന്നെ പോകണം. കാറിൽ ഇപ്പൊ നമുക്ക് എല്ലാ വലിയ കാറുകളിലൊന്നും പോയി വിളിക്കാൻ പറ്റത്തില്ല. അപ്പം 2 വീലറെല്ലാം പോയി വിളിക്കാം. അപ്പം കുറേ പേര് ഞങ്ങൾക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങളെ പെരുവാസൊല്ലി വിളിക്കുന്നില്ലേ, വിളിക്കും ഇൻഷാല്ലാ ഒഫീഷ്യലായിട്ട് എല്ലാവരോടും പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഇന്ന് നമ്മള് ഭയങ്കര വലുതായിട്ടൊക്കെ എടുക്കണം. എനിക്ക് സത്യം പറഞ്ഞ വീഡിയോയില് അധികം ഇല്ല. കാര്യം ഇന്നലത്തെ വീഡിയോയിലേ ഉള്ളൂ. രാവിലെ ഫുള്ള് പെരുവാസൊല്ലിയുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതുമായിരുന്നു. പിന്നെ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് പള്ളിയിൽ പോയി വന്ന് ഫുഡ് കഴിച്ചോണ്ട് ഇവര് നേരെ പെരുവാസൊല്ലി. ഞങ്ങൾ 2 ഫുഡ് കഴിച്ച് ഞങ്ങൾ നേരം തന്നെ ഇറങ്ങി. ഇവര് 3 കഴിച്ചിരുന്ന സമയത്ത് ഞങ്ങൾ അവിടെ ഇങ്ങോട്ട് ഇറങ്ങി വന്നു. അങ്ങനെ അവിടെ ഇവര് വന്നപ്പോ തന്നെ 5:30 കഴിഞ്ഞു, 5 മണിയായി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ മരിപ്പുണ്ടായിരുന്നു. അവിടെ പോയിട്ട് വന്നപ്പോ 6:45 കഴിഞ്ഞു. പിന്നെ ഞങ്ങള് നേരെ പോയിട്ട് ഇതാ ഇപ്പഴാ വരുന്നത്. അതുകൊണ്ട് ഇന്നത്തെ വ്ളോഗില് കാലുവെല്ലാം മുക്കി വെച്ചാൽ പിള്ളേർ 2 പേരും ഉറങ്ങി. ഞാൻ നൈസായിട്ട് മേലിടാൻ വേണ്ടി കയറി നേരിട്ട് തിരിച്ചു ഞങ്ങൾ ഉറങ്ങുവാണ്. ഇന്നലെ അല്ലേ ഒരു 4 മണിക്കൂർ കഷ്ടിയാണ് ഇന്നലത്തെ ദിവസം ഞങ്ങൾ ഉറങ്ങിയിട്ടുള്ളത്. നല്ല ഉറക്കക്ഷീണമുണ്ട്. പിന്നെ ആകെയുള്ള സമാധാനം വെച്ചാൽ ഫുഡ് ഉണ്ടാക്കുന്ന ആളെ വെച്ചാൽ നാളെ ഇനി ഇത്രയും ദിവസം നമുക്കൊരു ഇതുണ്ടായിരുന്നു. ഇനി നാളത്തെ പ്രോപ്പറായിട്ട് ഇനി ഫുഡ് ഉണ്ടാക്കണം. ഇത്രയും നാളും മറ്റേ അത്താഴത്തിന് എഴുന്നേറ്റ്
അത് കഴിഞ്ഞിട്ട് പിന്നെ കിടക്കാതെ ഇനി അത് കഴിഞ്ഞ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മള് പോയി ഫുഡ് ഉണ്ടാക്കുന്നു. പിന്നെ ഉച്ച കഴിയുമ്പോ അത് നോമ്പ് തുറക്കാനുള്ള ഒരു ഫുഡ് ഉണ്ടാക്കല് എല്ലാ ദിവസവും ഒരു ഓട്ടം പാച്ചിലാണ്. ഇനിയിപ്പോ അതില്ല. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കണം എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. അതല്ല ഒരു ഉച്ചയാകുമ്പോ ടെൻഷനാ. അപ്പൊ നിസ ചോദിക്കും അനിയൻ എന്ത് ഫുഡ് ഉണ്ടാക്കും, ഇന്ന് എന്ത് ജ്യൂസ് അടിക്കും, ഇനി നാളത്തെ അങ്ങനത്തെ ടെൻഷൻ ഒന്നും വേണ്ട. രാവിലെ എന്തെങ്കിലും ഉണ്ടാക്കുക, ഉച്ചക്ക് ചോറും കറി ഇതാക്കി, പിന്നെ വൈകിട്ട് എന്തെങ്കിലും ഉമ്മയും അപ്പയും വൈകിട്ട് പലഹാരം കഴിക്കണം. അങ്ങനെ ഇത് അങ്ങനെ നാളെ തൊട്ട് പിന്നെ ഞങ്ങളുടെ ഈ വർഷത്തെ നോമ്പ് നമ്മുടെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോയി. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതെ, ഇൻഷാല്ലാ അടുത്ത വർഷം നമ്മള് വലിയ പെരുന്നാളും നമ്മൾ പുതിയ വീട്ടിൽ വെച്ചിട്ടായിരിക്കും. അപ്പം എന്താണ് എല്ലാവർക്കും ഒന്നും കൂടി ഹാപ്പി ഈദ് മുബാറക്. അടുത്ത വ്ലോഗിൽ കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ.